ഒരു ആഫ്രിക്കൻ ടീമാണോ എന്ന് എനിക്ക് വലിയ സംശയമുണ്ട്. കാരണം കാനഡയ്ക്കെതിരായ അവരുടെ ഈ മത്സരം കണ്ടപ്പോൾ സാധാരണ ആഫ്രിക്കൻ ടീമുകളൊക്കെ ഒരു താളത്തിൽ കളിക്കുന്ന ടീമാണ്. അവർക്ക് വലിയ ടാക്ടിക്സിലൊന്നും വലിയ താല്പര്യമില്ല, അല്ലെങ്കിൽ ഒരു ഫോർമേഷൻ, സെറ്റ് പീസുകൾ, അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ലാത്ത ടീമാണല്ലോ ആഫ്രിക്കൻ ടീമുകൾ. പക്ഷേ ഈ മൊറോക്കോ കാനഡയ്ക്കെതിരെ നേടിയ ആദ്യ ഗോൾ ഉൾപ്പെടെയുള്ള സെറ്റ് പീസുകൾ, അവരുടെ ഒരു ബിൽഡപ്പുകൾ, ഇതൊക്കെ കാണുമ്പോൾ യൂറോപ്പിനോട് ചേർന്ന് കിടക്കുന്ന ആ രാജ്യം പതിയെ സ്വഭാവത്തിലും കളിയിലും ഒരു യൂറോപ്യൻ രാജ്യമായി മാറുന്നതായിട്ട് എനിക്ക് തോന്നി. അത് സ്വാഭാവികമായിട്ടും തോന്നേണ്ടതാണ്. കാരണം അവരുടെ പല കളിക്കാരും യൂറോപ്പിൽ കളിക്കുന്നവരാണല്ലോ. താരങ്ങളൊക്കെ പല വിദേശ ലീഗുകളിലും കളിക്കുന്നവരാണ്. അവർക്ക് പരിചയമുള്ള ഒരു ശൈലി അതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ഒരു ഗെയിമിൽ അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന് തന്നെ തോന്നുന്നു. ഇപ്പം ഈ കഴിഞ്ഞ മത്സരത്തിൽ അവർ കാനഡയ്ക്കെതിരെ ആദ്യം വളരെ പതിഞ്ഞ താളത്തിലായിരുന്നു. വളരെ അട്രാക്ഷൻ ഒന്നും ഇല്ലാത്തൊരു ഗെയിം, ബോറടിപ്പിക്കുന്ന തന്നെ പറയാം. വളരെ ബോറടിപ്പിക്കുന്ന കളിയായിരുന്നു അവർ പുറത്തെടുത്തത്. പക്ഷേ ടാക്ടിക്കലി അവർ ബ്രില്യൻ്റ് ആയിരുന്നതുകൊണ്ട് അവർക്ക് 3 ഗോൾ നേടാൻ കഴിഞ്ഞു. അതെ, അവസാനത്തെ 2 ഗോളുകൾ ഒരു പരിധിവരെ കാനഡ ഒന്ന് ഗോൾ തിരിച്ചടിക്കാനുള്ള ശ്രമത്തിനിടെയാണ്. അതുവരെ അവരൊരു തണുപ്പൻ കളിയായിരുന്നു കളിച്ചത്. തീർച്ചയായും അത് കാനഡ ഈ ടൂർണമെൻറ്റിലെ ഒരു ആതിഥേയർ എന്നുള്ള നിലയ്ക്ക് മാത്രമാണല്ലോ ഒരു പരിധിവരെ ഇതൊരു യോഗ്യത നേടിയത് പോലും. അങ്ങനെയാണ് അവർ. പക്ഷേ അവരെ പ്രതീക്ഷിച്ചതിൽ കൂടുതൽ അവർ നേടി എന്ന് പറയാം. അവർ നോക്കൗട്ടിലേക്ക് ക്വാളിഫൈ ചെയ്തു. ഇതിനു മുമ്പ് അവർക്ക് ലോകകപ്പിൽ ഒരു വിജയം പോലും ഇല്ലായിരുന്നു. അപ്പം അവർ നോക്കൗട്ടിലെത്തിയതും കളിച്ചതൊക്കെ വലിയ കാര്യം തന്നെയാണ്. പക്ഷേ മൊറോക്കോയ്ക്ക് ഇത് വളരെ കാഷ്വലായി ജയിച്ചു പോകുന്ന ഒരു കളി. കുറേ നേരം അവർ വളരെ കാഷ്വലായിട്ടാണ് കളിച്ചതും. കുറേ പരുക്കൻ കളിയും പുറത്തെടുത്തിരുന്നു. അതെ. ഈ അച്റഫ് ഹക്കീമിയൊക്കെ കളിക്കുന്ന ഒരു ടീം മൊറോക്കോയെക്കുറിച്ച് ഒരുപാട് വലിയ പ്രതീക്ഷകളാണ് എനിക്കുള്ളത്. മറ്റൊന്നും കൊണ്ടുമല്ല, കഴിഞ്ഞ ലോകകപ്പിൻ്റെ 3ാം സ്ഥാനത്ത് വരെ എത്തി. അവരെ ഡാർക്ക് ഹോഴ്സസ് എന്ന് വിളിക്കാൻ പാടില്ല എന്ന് നമ്മൾ കഴിഞ്ഞ ഒരു ചർച്ചയിൽ പറയുകയും ചെയ്തു. കാരണം അവരൊരു യൂറോപ്യൻ സ്വഭാവമുള്ള ഒരു ആഫ്രിക്കൻ ടീമാണ്. മാത്രമല്ല ഭാവിയിൽ ഒരുപക്ഷെ ലോകകപ്പ് പോലും ഉയർത്തിയേക്കാവുന്ന തരത്തിൽ മികവുള്ള ഒരു ടീമാണ്. പക്ഷേ അവർക്ക് ഇനി വരാൻ പോകുന്ന എതിരാളികൾ അല്പം കടുപ്പമുള്ള ആളുകളാണല്ലോ. അതെ. സ്വാഭാവികമായും അവർ കൂടുതൽ മികച്ച പ്രകടനം പുറത്തെടുക്കേണ്ടി വരും. ബ്രസീലിനോട് മുട്ടാനുള്ള മിടുക്കൊക്കെ ഉണ്ടോ നോർവേക്ക്? നോർവേക്ക് അതുണ്ടോ എന്നുള്ളത് കണ്ടറിയണം. നോർവേ ഇപ്പം കഴിഞ്ഞ ദിവസം നമ്മുടെ പത്രത്തിൽ വായിച്ച ഒരു വാർത്തയുണ്ടല്ലോ. നമ്മുടെ ലേഖകൻ എഴുതിയ വളരെ രസകരമായൊരു കുറിപ്പ്. ഹാളണ്ടിൻ്റെ ന്യൂയോർക്ക് കാഴ്ച, പുള്ളിയുടെ നടക്കുകയാണ്. വളരെ രസകരമായിട്ട് എൻജോയ് ചെയ്തു പോകുന്ന ഒരു കളിക്കാരനാണ്. അതുപോലെ തന്നെയാണ് അദ്ദേഹം ഗോളുകളും നേടുന്നതെന്ന് തോന്നുന്നു. അതെ, ഹാളണ്ട് ഒരു മനുഷ്യനാണോ എന്ന് നമ്മളൊരു മുമ്പത്തെ ഒരു ചർച്ചയിൽ തുടങ്ങിയത് തന്നെ അങ്ങനെയായിരുന്നു. കാരണം നമുക്ക് വളരെ സംശയമുണ്ട്. പക്ഷേ ബാക്കി ഒപ്പമുള്ള മനുഷ്യരൊന്നും ഹാളണ്ടിനൊപ്പം ഇല്ലാത്തതുകൊണ്ട് ബ്രസീലിനെ പോലൊരു ടീമിനെതിരെ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമോ? അത് ഞാൻ ഈ മത്സരത്തെപ്പറ്റി അന്വേഷിച്ചപ്പോൾ ചില വിദഗ്ധന്മാരൊക്കെ പറയുന്നത് ഈ മത്സരത്തിൽ, ഇപ്പം നാളെ നടക്കാൻ പോകുന്ന ഈ മത്സരത്തിൽ നോർവേ ഒരു പക്ഷേ വളരെ ലോ ബ്ലോക്ക് ഡിഫൻസായിട്ട് ബ്രസീലിനെതിരെ വന്നേക്കുമെന്നാണ്. ഓഡെഗാർഡും ഹാളണ്ടും ഉൾപ്പെടെയുള്ള അവർ 2-3 പേര് മാത്രം കൗണ്ടർ അറ്റാക്കിംഗ് സ്റ്റൈലിലേക്ക് പോയേക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞ മത്സരത്തിൽ ആഞ്ചലോട്ടി സെക്കൻഡ് ഹാഫിൽ ഫോർമേഷൻ കംപ്ലീറ്റ് മാറ്റിയല്ലോ, സ്വിച്ച് ചെയ്ത്. ആ ഒരു അറ്റാക്കാണ് പുള്ളി പ്രിഫർ ചെയ്യുന്നതെങ്കിൽ അതിനെ തടയിടുക എന്നുള്ളൊരു തന്ത്രം നോർവേ പുറത്തെടുത്തേക്കുമെന്നാണ് തോന്നുന്നത്. അതായിരിക്കണം വിദഗ്ധരെ കൊണ്ട് ഈ ഒരു നിഗമനത്തിൽ എത്തിച്ചതെന്ന് തോന്നുന്നു. നോർവേ ഒരു ടാക്ടിക്കൽ ഗെയിമിന് എന്തായാലും മുതിരുന്നുള്ള ഉറപ്പാണ്. കാരണം അവരുടെ കളികളെല്ലാം നമ്മൾ ഫ്രാൻസിനെതിരായ മത്സരത്തിൽ കൃത്യമായി കണ്ടതാണ്. അവർ കളി തോറ്റു കൊടുക്കുകയായിരുന്നു എന്ന് പോലും നമുക്ക് തോന്നുന്ന തരത്തിലാണ് അവർ കളിച്ചത്. അതുകൊണ്ട് അത് നമ്മൾ പ്രതീക്ഷിക്കണം. പക്ഷേ ബ്രസീൽ ഒരു നല്ല അറ്റാക്കിംഗ് ഫോഴ്സ് അല്ലേ? തീർച്ചയായും. പക്ഷേ ചരിത്രം പറയുന്ന വേറെ ചില രസകരമായ കാര്യങ്ങളുണ്ട്. ഇപ്പം മുൻപ് 4 തവണ ബ്രസീലും നോർവേയും കൂടി കളിച്ചിട്ടുണ്ട്. ഇതിൽ എത്ര തവണ ബ്രസീൽ ജയിച്ചിട്ടുണ്ടെന്നറിയാമോ? ബ്രസീൽ ജയിച്ചിട്ടുണ്ടാവില്ല അല്ലേ? ജയിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അതായത് 2 തവണ ഡ്രോ ആയി, 2 തവണ ബ്രസീൽ തോൽക്കുകയായിരുന്നു. അതിൽ ലോകകപ്പിലെ കാര്യം പറയുകയാണെങ്കിൽ 98-ൽ നോർവേ 2-1 മറ്റോ ബ്രസീലിനെ പരാജയപ്പെടുത്തി ഗ്രൂപ്പ് മത്സരത്തിൽ. നോർവേയുടെ ഇതിനു മുമ്പത്തെ ലോകകപ്പ്. അതെ. അങ്ങനെയാണ് സംഭവിച്ചത്. അപ്പം ബ്രസീലിനും അവരെ തോൽപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്, പല കാരണങ്ങളുണ്ട്. അപ്പം ബ്രസീൽ അത് പുറത്തെടുക്കുമെന്ന് വിശ്വസിക്കാം. തീർച്ചയായിട്ടും ബ്രസീൽ ഒരു വേൾഡ് കപ്പ് വിൻ ചെയ്യാനുള്ള ഒരു പോക്കാണെന്നാണ് ഞാൻ പറയുക. കാരണം അവരുടെ ആദ്യത്തെ മത്സരത്തിൽ അവർക്കൊരു ചെറിയ സമനിലയാണെങ്കിൽ പോലും ചെറിയ വീഴ്ചകളുണ്ടായി. ബ്രസീൽ ആരാധകർ ഒന്നടങ്കം നിരാശരായിപ്പോയി. ഈ ടീമാണോ ലോകകപ്പിന് വരുന്നത് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അതിനുശേഷം ഓരോ മത്സരത്തിലും അവർ മെച്ചപ്പെടുന്നു. ഒരു ടീം എന്നുള്ള നിലയ്ക്ക് ഒത്തിണക്കത്തോടെ കളിക്കുന്നു. അതുകൊണ്ട് അവരിൽ പ്രതീക്ഷ വയ്ക്കാം. ചെറിയൊരു പ്രശ്നം മിഡ്ഫീൽഡിലുണ്ട്, പക്ഷേ അത് പതിയെ മാറും. കഴിഞ്ഞ ദിവസം മാർട്ടിനെല്ലി വന്നതോടെ ഉണ്ടായൊരു മുന്നേറ്റം വളരെ ഗംഭീരമായിരുന്നു. അവരുടെ വിജയത്തിലേക്ക് പുള്ളിയുടെ ഒരു കോൺട്രിബ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു.
അപ്പം ഇപ്പോഴും എൻ്റെ ഓർമ്മയിൽ വരുന്നത് നമ്മുടെ പത്രത്തിൽ വന്ന ഒരു തലക്കെട്ടാണ് അജഞ്ചലോട്ടി. ഈ വളരെ അജഞ്ചലനായ വളരെ വ്യത്യസ്തനായ ഒരു കോച്ചാണല്ലോ അദ്ദേഹം ഇത്രയൊക്കെ തട്ടുകേടുകൾ പറ്റിയിട്ടും അദ്ദേഹത്തിൻ്റെ രീതിയിൽ മുന്നോട്ട് പോയി കൃത്യമായ ചില ഫോർമേഷൻ സ്വിച്ചിങ് ഒക്കെ നടത്തി അദ്ദേഹം ബ്രസീലിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതൊരു പ്രതീക്ഷയാണ്. ഈ ഡോൺ കാർലോ എന്നാണല്ലോ അദ്ദേഹത്തെ വിളിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആ ഒരു സ്വഭാവം റയൽ മാഡ്രിഡിന്റെ കോച്ചായിരുന്ന കാലത്തുമൊക്കെ ലോകം കണ്ടിട്ടുള്ളതാണ്. എല്ലാ കാലത്തും ഇറ്റലിക്കാരനായ അദ്ദേഹം കാർലോ ആഞ്ചലോട്ടി ഒരു വളരെ മികച്ച ടാക്ടീഷ്യനാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് ബ്രസീലിന് അതുപോലെ നല്ല താരങ്ങളുമുണ്ട്. മാത്രമല്ല റയലിൽ ആഞ്ചലോട്ടി പരിശീലിപ്പിച്ച താരങ്ങളും ഇപ്പൊ ബ്രസീൽ ടീമിലുണ്ട്. അതുകൊണ്ട് അവർക്ക് നോർവേക്കെതിരെ ഈസി ആകണം. അത് ഈ ലോകകപ്പിന്റെ അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മൾ ഈ കളി ഒന്ന് വിഷ്വലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മുന്നിൽ കാണുന്ന രണ്ട് പ്രധാന താരങ്ങളാണ്. ഒന്ന് ഹാളണ്ട് 5 ഗോൾ അടിച്ചു കഴിഞ്ഞു, നമ്മുടെ വിനീഷ്യസ് 4 ഗോൾ അടിച്ചു കഴിഞ്ഞു. ഇവർ രണ്ടുപേരും ആണല്ലോ ഗോൾ സ്കോറിംഗ് പട്ടികയിൽ ഇങ്ങനെ മിന്നി തിളങ്ങി നിൽക്കുന്ന, വേഗം കൊണ്ടും രണ്ടുപേരും നല്ല വേഗം ഉള്ള താരങ്ങളാണ്. അപ്പോൾ അവർ രണ്ടുപേരും പൂട്ടാൻ രണ്ട് ടീമിൻ്റെയും ഡിഫൻസുകൾ ശ്രമിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. കഴിഞ്ഞ മത്സരത്തിൽ നമ്മൾ ബ്രസീലിൻ്റെ വിനീഷ്യസിനെ ജപ്പാൻ ഒരു പരിധിവരെ പൂട്ടിയിട്ട് നമ്മൾ കണ്ടതാണ്. പക്ഷേ അത് വേറെ ഓപ്പണിംഗ് കൊടുത്തു, മറ്റുള്ളവർ കയറി സ്കോർ ചെയ്തു എന്നുള്ളതാണ്. അപ്പം അതേപോലെ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് ആയിരിക്കും ബ്രസീൽ ഇപ്പോഴും ശ്രമിക്കുക. ജപ്പാനെതിരായ കളിയിൽ വിനീഷ്യസ് ഒരു ഫോൾസ് 9 പൊസിഷനിലാണ്, അതായത് പുറകെ ഇറങ്ങി കളിക്കുക. അങ്ങനെ ഇറങ്ങി കളിക്കുക അതൊരു ടാക്ടിക്സ് ആണല്ലോ, ഒരു ഭാഗമാണ്, തന്ത്രത്തിന്റെ ഭാഗമാണല്ലോ. വിനീഷ്യസ് ഒരു ഫീഡ് ചെയ്യുന്ന ഒരു പ്ലെയർ ആയിരുന്നു ആ കളി. പുള്ളി പുറകോട്ട് ഇറങ്ങി മറ്റുള്ളവർ മുന്നോട്ട് കയറി അദ്ദേഹം ഫീഡ് ചെയ്യാൻ തുടങ്ങി. അത് വളരെ ഗംഭീരമായ ഒരു മാറ്റമായിരുന്നു. ഈ ബ്രസീൽ ഫുട്ബോളിന്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ ബ്രസീൽ ഫുട്ബോളിലെ എല്ലാ പ്രമുഖരായ സ്ട്രൈക്കർമാരും അവരൊക്കെ സ്ട്രൈക്കർമാർ മാത്രമായിരുന്നു. അവരാരും ഒരു അവസരങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കുന്നവരോ അങ്ങനെയൊന്നും നമ്മൾ കണ്ടില്ല. റൊണാൾഡോ മുതൽ എല്ലാവരുടെയും ഒരു ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ അവരൊക്കെ ഹാഫ് ചാൻസ് പോലും വേണ്ട, ഈ പന്ത് പരിസരത്തൂടെ പോയാൽ അത് ഗോളാക്കാൻ കൊടുക്കുള്ളതാണ്. വിനീഷ്യസിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വിനീഷ്യസ് കുറച്ചുകൂടെ മോഡേൺ ആയ ഒരു ഫുട്ബോളാണ്. അതെ, അദ്ദേഹത്തിന് ഇതുപോലുള്ള ചാൻസുകളിൽ ഒരു വളരെ ചെറിയ ചാൻസ് പോലും ഗോളാക്കാനും സ്കോർ ചെയ്യാനും പറ്റും. ഒപ്പം തന്നെ മികച്ച അവസരങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കാനും പറ്റും. വളരെ ക്രിയേറ്റീവായ ഒരു പ്ലെയറാണ്. അതെ, അത് മാത്രമല്ല അദ്ദേഹത്തിന് നല്ല കോൺഫിഡൻസ് ഉണ്ട് എന്നുള്ളതാണ്. ഹാളണ്ടിൻ്റെ കാര്യം അങ്ങനെ തന്നെയാണ്. ഹാളണ്ടിന് ഏത് ഭാഗം കൊണ്ടും സ്കോർ ചെയ്യാൻ കഴിവുള്ള, ഹെഡ് കൊണ്ടും കാലുകൊണ്ടും വേണമെങ്കിൽ ശരീരം കൊണ്ടുമൊക്കെ അദ്ദേഹത്തിന് അസാമാന്യമായ ഒരു ശാരീരിക ശേഷി, ഉയരം, പിന്നെ ഒരു ജന്മസിദ്ധമായ ഒരു ബ്രില്യൻസ് ഒക്കെ അദ്ദേഹത്തിന്. ഡിഫൻഡറുടെ ശരീരവും സ്ട്രൈക്കറുടെ മനസ്സും ഉള്ള ആളാണ്. അതെ, നല്ല വേഗവും അതിശക്തനായ ഒരു താരം. അതിനൊത്ത് മാർട്ടിൻ ഒഡേഗാർഡിന്റെ ഒരു പിന്തുണ കൂടി ഉണ്ടെങ്കിൽ മത്സരം ഗംഭീരമാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പ്രത്യേകിച്ച് ഇത്തവണ ആർസണൽ ചാമ്പ്യന്മാരായല്ലോ, ഒഡേഗാർഡായിരുന്നു ക്യാപ്റ്റൻ. ഒരു കപ്പ് വിന്നിംഗ് ക്യാപ്റ്റനാണ്. അപ്പോൾ ആ ഒരു മൂടി തന്നെയാണ് ഈ വേൾഡ് കപ്പിന് വരുന്നത്. ഒഡേഗാർഡിന്റെ ഒരു പ്രസൻസ് വളരെ പ്രധാനപ്പെട്ടതാണ് നോർവേ. അത് മാത്രമല്ല പിന്നെ അവരുടെ ആരാധകരുടെ കാര്യം പറയണ്ട. അവരുടെ വൈക്കിംഗ് സെലിബ്രേഷനും വൈക്കിംഗ് റോയും ഒക്കെ നല്ല പിന്തുണ നോർവേക്ക് കിട്ടുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. നോർവേയുടെ ജേഴ്സി കിട്ടാനില്ല എന്നൊരു വാർത്ത നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. അതെ, അത് പലയിടത്തും നോർവേക്ക് ജേഴ്സി കിട്ടാത്തതിന് ആരാധകർ ഇങ്ങനെ ഈ ഉള്ള ഷോപ്പുകളുടെ മുന്നിൽ ഇങ്ങനെ തിക്കും തിരക്കുണ്ടാക്കി കാത്തു നിൽക്കുക എന്നാണ് പറയുന്നത്. ഈ കേരളത്തിൽ നമ്മൾ ഇതുവരെ കാണാത്തൊരു ജേഴ്സിയാണ് നോർവേയുടെ, പക്ഷെ അതിന് പതിയെ വന്നു തുടങ്ങും. ഹാളണ്ടിന് കേരളത്തിൽ ആരാധകരുണ്ട് എന്നാണ്. സിറ്റി ജേഴ്സിയിൽ ഇഷ്ടംപോലെ ആളുകളെ കണ്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നോർവേ ജേഴ്സിക്ക് ആളുകളുണ്ടാവും. ഹാളണ്ട് ഇപ്പം നമ്മളെ പല ടീമുകളുടെയും ചില ഒറ്റത്താരങ്ങൾ ചുമലിലേറ്റി കൊണ്ടുപോകുന്ന കാഴ്ച നമുക്ക് കാണാറുണ്ട്. ആ താരം പോയാൽ ഒരുപക്ഷെ ആ ടീമിനുള്ള പിന്തുണയും കുറയും. അതേപോലെ തന്നെയാണ് ഹാളണ്ടിൻ്റെ കാര്യം. ഹാളണ്ട് ഉള്ളിടത്തോളം നോർവേക്ക് ആരാധകരുണ്ടാവും. നോർവേയുടെ കാര്യത്തിൽ നമ്മളൊരു രസകരമായ വാർത്ത മുമ്പ് കൊടുത്തിരുന്നു. ഈ ഹാളണ്ട് അമേരിക്കൻ പര്യവേഷണം നടത്തുന്ന പോലെ തന്നെ അവരവിടുന്ന് കിലോ കണക്കിന് മീനും ഒക്കെ ആയിട്ടാണ് വന്നേക്കുന്നത്, സാൽമണും ഒക്കെ ആയിട്ടാണ് വന്നേക്കുന്നത്. ഫുഡ് മുഴുവൻ അവർ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നു. നമ്മുടെ ഇവിടുത്തെ ഈ സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് യുപിയിലേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു കുക്കിനെയും കുറെ അരിയും ആഹാരങ്ങളും എല്ലാം ആയിട്ടാണല്ലോ പോവുക. ഉരുളക്കിഴങ്ങ്, സവോള. അതെ, നമ്മളും അതുപോലത്തെ അവരുടെ നമ്മുടെ കേരള സ്കൂളുകളിലെ മെസ്സിൽ നിന്നാണല്ലോ ഭക്ഷണം കഴിക്കുന്നത്. അപ്പൊ ഇതുപോലെയാണ് അവിടെ പത്രക്കാർക്കും അതിനൊരു അവസരം കിട്ടുമോ? മറ്റേ നോർവേയിലെ പത്രക്കാർക്ക് ചിലപ്പോൾ അവർ കൊടുക്കുന്നുണ്ടാവും. തീർച്ചയായും അത് രസകരമായ ഒരു കാര്യമാണ്. ഹാളണ്ടിന്റെ പല മീമുകളും വരുന്നുണ്ട്. അദ്ദേഹം ഭക്ഷണം കഴിക്കുന്ന സ്വന്തം പ്രതിബിംബം കണ്ട് ഞെട്ടിപ്പോകുന്ന ഹാളണ്ടിൻ്റെ ഒക്കെ മീമുകൾ വരുന്നുണ്ട്. അങ്ങനെ വളരെ ഈ അമേരിക്കയിലെ ഫുട്ബോൾ ജീവിതം, ഈ ലോകകപ്പ് കാലം അദ്ദേഹം ഗംഭീരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഇത്തരം സംഭവങ്ങൾ കൂടെ വ്യക്തമാണ്. അത് വളരെ കാഷ്വലായിട്ട് വളരെ ഹാപ്പി ആയിട്ട് സ്വന്തം വീടിനടുത്തുള്ള ഒരു ഗ്രൗണ്ടിൽ കളിക്കുന്ന പോലെ ഹാളണ്ട് കളിക്കുന്നു. ലോകകപ്പാണെങ്കിൽ അത് ലോകകപ്പ്, അല്ലെങ്കിൽ അല്ല എന്നുള്ളൊരു രീതിയിലാണെന്ന് തോന്നുന്നു. പക്ഷെ നമുക്കൊരു വലിയ നഷ്ടമാണ്. ഒന്നെങ്കിൽ ഹാളണ്ട് അല്ലെങ്കിൽ ബ്രസീൽ, ഇവരിൽ ആരെങ്കിലും ഒരാളെ ഉണ്ടാവുള്ളൂ. അതെ, അതൊരു സങ്കടകരമായ കാര്യമാണ്. എങ്കിലും
നല്ല കളി പുറത്തെടുക്കുന്നവർ ജയിക്കട്ടെ, നമുക്ക് അവരൊപ്പം കൂടാം. അതെ, നമുക്ക് അങ്ങനെ ചെയ്യാം. എല്ലാവർക്കും ആശംസകൾ.